ഇന്ന് നമ്മളൊക്കെ ധാരാളം പള്ളിയിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കും. ഈ സംസാരം പള്ളിയിൽ പാടില്ല. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നിക്കാഹിന് വന്നാലും സംസാരം, അതുപോലെ മയ്യിത്ത് കൊണ്ടുവരാണെങ്കിലും സംസാരം. ഏത് വിഷയത്തിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയാലും ഭൗതികമായ സംസാരങ്ങൾ നടക്കണം. എന്നാ നോക്കൂ, നിങ്ങൾ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഒരു പറയാ കുന്തു നായിമൻ ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഉറങ്ങണം. പള്ളിയിൽ ഉറങ്ങാന്നും ഹദീസിലുണ്ട്, അല്ലെങ്കിൽ കുന്തു ഖായിമൻ ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ ഇങ്ങനെ നിൽക്കരുത്. രണ്ട് റിപ്പോർട്ടുണ്ട്. പള്ളിയിൽ ഉറങ്ങുമെന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉറങ്ങുമ്പോ ശ്രദ്ധിക്കണം. വായിൽ നിന്ന് ഓരോ കേലകൾ വന്നുകൊണ്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന പള്ളി മലിനപ്പെടുത്താൻ പാടില്ല. ചെറിയ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്. തമ്മീസില്ലാത്ത ചെറിയ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്. കാരണം ചിലപ്പോൾ ഈ കുട്ടി മൂത്രമൊഴിക്കാനിടയുണ്ട്. കാരണം ഈ കുട്ടിക്ക് പള്ളിയാണ്, ബഹുമാനങ്ങളൊന്നും അറിയണമെന്നില്ല. അപ്പൊ ചെറിയതായ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ ആ കുട്ടി മൂത്രമൊഴിക്കാം. ഞാൻ ഒരിക്കൽ കണ്ടതാ, മസ്ജിദുൽ ഹറാം, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പള്ളി മക്കത്തെ മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിൽ അവിടത്തെ ഇമാമ് വളരെ ശബ്ദത്തോടുകൂടെ ഖുർആൻ ഓതി നിസ്കരിക്കുമ്പോ വലിയ സ്പീക്കറും വലിയ ശബ്ദവുമാണ്. അങ്ങനെ ഒരു കുട്ടി, ബാപ്പന്റെ കൂടെയുള്ള കുട്ടി, കരഞ്ഞുകൊണ്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ചെറിയതായ മക്കളെ നാം പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. കാരണം ആ കുട്ടിക്ക് 7 വയസ്സാകുമ്പോഴല്ലേ നിസ്കാരം കൊണ്ടുള്ള കൽപ്പന തന്നെ വരുന്നത്. അപ്പൊ അതിന്റെ മുമ്പായി ചെറിയ പ്രായത്തിൽ ചെറിയ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ അവര് മലിനപ്പെടുത്താം. ഇത് പാടില്ല. അതുപോലെ പള്ളിയിൽ ഉറങ്ങുന്നതിന് തകരാറില്ല. പക്ഷേ പള്ളി വൃത്തികേടാകുന്ന നിലയിൽ, വായിൽ നിന്ന് കേല ഒലിക്കുന്ന നിലയിൽ പള്ളിയിൽ കിടന്നുറങ്ങുന്നത് ശ്രദ്ധിക്കണേ. പള്ളിയിൽ ഉറങ്ങാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നില്ല. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു നായിമൻ ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിൽ ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുമ്പോ ഫഹസബനി റജുലുൻ, ഒരാള് ഒരു ചെറിയ കല്ലെടുത്തിട്ട് എന്നെ എറിഞ്ഞു. മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, പള്ളിയിൽ ഞാൻ അങ്ങനെ ഉറങ്ങുമ്പോ, ഉറങ്ങല് മോശമായതുകൊണ്ടല്ല, മൂപ്പരെ ഒന്ന് ഉണർത്തണം ഒരു വിഷയത്തിന് വേണ്ടി. അങ്ങനെ ഒരാൾ ഒരു ചെറിയ കല്ലെടുത്തിട്ട് അയാൾ എറിഞ്ഞു. ആരെറിഞ്ഞു? സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. എറിഞ്ഞപ്പോ മൂപ്പര് ബാക്ക് നോക്കി, ആരാ പിന്നെ എറിഞ്ഞത്? സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോ ഫഇദാ ഹുവ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നെ ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞതാരാണ്? ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഉറങ്ങിയതിന്റെ പേരിലല്ല. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ സായിബേ, ഇദ്ഹബ്, നിങ്ങൾ ആ കാണുന്ന 2 ആളടുത്തേക്കൊന്ന് പോകൂ. 2 ആളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാൻ, നിങ്ങൾ അയാളെ അടുത്തേക്കൊന്ന് പോകൂ. എന്നിട്ട് ഫഹ്ദിനി ഫഅ്തിനി ബിഹാദൈൻ, ആ 2 ആളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഈ 2 ആളുകൾ പള്ളിയിൽ നിന്ന് വർത്താനം പറയുന്ന ആൾക്കാരാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഞാൻ കാണിച്ച 2 ആളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. മഹാനായ സായിബ് റളിയല്ലാഹു അൻഹു അവരെടുത്തു പോയി. എന്നിട്ട് വജിതുഹു ബിഹിമാ, ആ പള്ളിയിൽ വെച്ച് സംസാരിക്കുന്ന 2 ആളുകളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഉമർ തങ്ങൾ ചോദിച്ചു, മിമ്മൻ അന്തുമ, നിങ്ങൾ ഏത് ഗോത്രക്കാരാ?
പള്ളിയിൽ സംസാരിക്കുന്ന നിങ്ങൾ ഏത് കബീലക്കാരാ? അല്ലെങ്കിൽ മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചു, മിൻ അയ്ന അന്തുമാ, നിങ്ങൾ ഏത് നാട്ടുകാരാ, എവിടുത്തേരാ? നിങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാണല്ലോ. മൊത്തത്തിൽ പള്ളിയിൽ നിന്ന് ഭൗതികമായ സംസാരങ്ങൾ പാടില്ല. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയാണ് മദീനത്തെ പള്ളി. എല്ലാവരും ശ്രദ്ധിക്കുക, കരണ്ടൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല എല്ലാവിധ ആഫത്ത് മുസീബത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. മോനെ ഒന്നും പറ്റിയില്ലല്ലോ? മിൻ അയ്ന അന്തുമാ, നിങ്ങൾ രണ്ടാളും എവിടുത്തുകാരാ? ഒന്നും പറ്റിയില്ല, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് സംസാരിക്കുന്ന രണ്ടാളോട് ചോദിക്കാം, വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കാം, മിൻ അയ്ന അന്തുമാ, നിങ്ങൾ ഏത് സ്ഥലത്തുകാരാണ്? അപ്പോൾ അവര് പറയുകയാണ് മിൻ അഹ്ലി ത്വായിഫി, ഞങ്ങൾ ത്വായിഫുകാരാണ്. മദീനത്തെ പള്ളിയിൽ സംസാരിക്കുന്ന രണ്ടാളുകൾ ഞങ്ങൾ ത്വായിഫുകാരാണെന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീന, നിങ്ങൾ മദീനക്കാരായാൽ ലൗജഅതുകുമാ, നിങ്ങളെ രണ്ടാളെയും ഞാൻ വേദനിപ്പിക്കുന്നതാണ്. കാരണം മദീനത്ത് റസൂലുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ്. പള്ളിയിൽ ഒരിക്കലും ഭൗതിക സംസാരം പാടില്ല. ഇത് മദീനത്തെ പള്ളിയാണല്ലോ. നിങ്ങൾ മദീനക്കാരായാൽ, ഇവിടത്തുകാരായാൽ ലൗജഅതുകുമാ, നിങ്ങളെ രണ്ടാളെയും ഞാൻ വേദനിപ്പിക്കുന്നതാണ്. തർഫഅനി സൗതകുമാ അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ച് നിങ്ങൾ ശബ്ദം ഉയർത്തുന്നത് ശരിയല്ല. നിങ്ങൾ തായിഫുകാരായതുകൊണ്ട് ഞാൻ പൊതും ചെയ്യണില്ല, നിങ്ങളെ വിദേശികളാണ്. മദീനക്കാരാണെങ്കിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്ക, പള്ളിയിൽ ഭൗതികമായ സംസാരങ്ങൾ പാടില്ല. ഭൗതികമായ സംസാരങ്ങൾ പറയുമ്പോ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ സാധനം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ എന്തു വേണം ഇസ്ലാം പറയാൻ? എന്റെ സാധനം പോയിട്ടുണ്ട്, എന്റെ മൊബൈൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ പേഴ്സ് പോയിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയോ എന്ന് അന്വേഷണം നടത്തുന്നത് അതുവരെ പള്ളിയിൽ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, മൻ സമിഅ റജുലൻ യൻഷുദു ളാല്ലതൻ ബിൽ മസ്ജിദി, നഷ്ടപ്പെട്ട സാധനം പള്ളിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ, എന്റെ ഒരു പേഴ്സ് പോയിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയോ? പള്ളിയിൽ അനൗൺസ്മെന്റ് നടത്തുകയാണ്, അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടിയോ എന്ന് തേടിയാൽ ഫല്യഖുൽ, അവൻ പറയട്ടെ, ലാ റദ്ദഹല്ലാഹു അലൈക, ആ സാധനം അല്ലാഹു മടക്കി തരാതിരിക്കട്ടെ. അങ്ങനെ പറയണമെന്ന് അവരർത്ഥം. ലാ റദ്ദഹല്ലാഹു അലൈക. ഇനി അവിടെ വേറൊരർത്ഥമുണ്ട്. ലാ, നഷ്ടപ്പെട്ട സാധനം പള്ളിയിൽ വെച്ച് തേടരുത്. റദ്ദഹല്ലാഹു അലൈക, അത് അല്ലാഹു അന്റെ മേൽ മടക്കി തരട്ടെ. ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി പറയാണ്, ഫഇന്നൽ മസാജിദ ലം തുബ്ന ഹദാ, പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് ഭൗതികമായ സംസാരത്തിന് വേണ്ടിയല്ല. ഭൗതികമായ സംസാരത്തിന് വേണ്ടിയോ അന്റെ നഷ്ടപ്പെട്ട സാധനം അന്വേഷിക്കാൻ വേണ്ടിയോ അല്ല എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നിക്കാഹിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയതാ. നിക്കാഹിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയതാ. പള്ളിയിൽ നിക്കാഹ് ആവുക സുന്നത്തൻ, വെള്ളിയാഴ്ച ആവുക സുന്നത്തൻ.
അങ്ങനെ നിക്കാഹിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടി. നിക്കാഹിന് വേണ്ടപ്പെട്ട ആളുകൾ പള്ളിയിൽ എത്തിയിട്ടില്ല. എന്നാൽ അവിടെ ആളുകൾ എല്ലാവരും കൂടി പള്ളിയിൽ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയുള്ള ഇപ്പൊ അടുത്തുള്ളപ്പോ നിക്കാഹൊക്കെ കൂടുതലായി നമ്മളെ പള്ളികളിലൊക്കെ വന്നത്. മുമ്പത്ര തന്നെ ഇല്ല. ചിലപ്പോ എന്തായിരിക്കാം, മഹാന്മാരായ ഉസ്താദുമാര് ഈ പള്ളിന്റെ ബഹുമാനം നശിപ്പിച്ച് കളയുന്ന ഒരു വിഷയമാകുമോ? പള്ളിയിലാകലെ സുന്നത്തുണ്ട്, പക്ഷേ പള്ളിയിൽ വന്നുകൊണ്ട് ഭൗതികമായ സംസാരങ്ങളൊക്കെ നടന്ന് പള്ളിയുടെ ഹുർമത്ത് നഷ്ടപ്പെടുത്തുമോ എന്നതുകൊണ്ടാവാം ഇന്നത്തെ പോലെ സുലഭമായി മുമ്പ് പള്ളിയിൽ നിക്കാഹ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു നിക്കാഹ് നടക്കുമ്പോ ആ നിക്കാഹിന്റെ ബന്ധപ്പെട്ട ആളുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ആ നിക്കാഹ് നടത്തേണ്ട ഖതീബോ അല്ലെങ്കിൽ ഒരു സയ്യിദാണെങ്കിൽ സയ്യിദന്മാരോ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? അവിടെ ഒരാള് ഒരു ഉസ്താദിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഇൽമു പറയിപ്പിക്കുക. എത്തിയിട്ടില്ല, ഉസ്താദ് എത്തിയില്ല, അല്ലെങ്കിൽ സയ്യിദ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ പാർട്ടി എത്തിയിട്ടില്ല, കുറെ ആൾക്കാർ പള്ളിയിൽ വന്നിക്കണം. എന്നാൽ അവിടെ എന്ത് ചെയ്യാ? അവരെ സംസാരമൊക്കെ നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ഖൈറ് പറഞ്ഞു കൊടുക്കുക, ഒരു ഇൽമു പറഞ്ഞു കൊടുക്കുക. ഇൽമു വലിയ വിഷയല്ലേ? ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആദ്യമായി മദീനത്തെ പള്ളിയിൽ ദർസ് തുടങ്ങിയില്ലേ? ദർസ് തുടങ്ങിയല്ലോ, ഇൽമല്ലേ? ഇപ്പോഴും കാണാം അവരിരുന്നിരുന്ന സ്ഥിണ്ടകളെല്ലാം, സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും കാണാം. അപ്പൊ വൈകാണെങ്കിൽ ഭൗതിക സംസാരത്തിന് ഒരു കേപ്പ് കൊടുക്കാത്ത നിലയിൽ അവിടെ വല്ല ഇൽമും പറഞ്ഞുകൊണ്ട് ആ സമയം അതാ ആ നിലയിൽ തിരിക്കണം. ഈ കാര്യം പ്രത്യേകമായി ഉണർത്തുന്നു. ഞാനിപ്പോ അടുത്തൊരു നിക്കാഹിന് പോയി, കുറച്ച് മുമ്പാണ്. ആ നിക്കാഹിന് പോയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഒരു സയ്യിദാണ്, പാണക്കാട്ട് സയ്യിദാണ് വരാനുള്ളത്. രണ്ട് പാർട്ടിയും വന്നിട്ടുണ്ട്. നിക്കാഹിന്റെ സയ്യിദ് എത്തിയിട്ടില്ല. ആ സമയത്ത് ആളുകൾ ഇങ്ങനെ സംസാരിച്ച് വെറുതെ സമയം കളയാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ അങ്ങ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്പം കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സദസ്സ് ശാന്തമായി. അതുകൊണ്ട് പ്രത്യേകിച്ച് പള്ളിയിലാകുമ്പോ ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നു. പള്ളി ഭൗതിക സംസാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. നഷ്ടപ്പെട്ട സാധനം വരെ പള്ളിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഹബീബായ റസൂലുള്ള പറഞ്ഞത് ലാ റദ്ദഹല്ലാഹു അലൈക്. രണ്ടർത്ഥം മഹാന്മാര് പറയുന്നുണ്ട്. ഒരർത്ഥം ലാ റദ്ദഹല്ലാഹു അലൈക്, ആ നഷ്ടപ്പെട്ട സാധനം അല്ലാഹു നിന്റെ മേൽ മടക്കാതിരിക്കട്ടെ, കേടായി ദ്വാർക്കണം. കാരണം വഇന്നൽ മസാജിദ ലം തുബ്ന ഹാദാ, പള്ളികൾ നിർമ്മിക്കപ്പെട്ടത് നിന്റെ അനൗൺസ്മെന്റിനല്ല. ഇങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. വേറെ ഒരർത്ഥം ലാ, നഷ്ടപ്പെട്ട സാധനം പള്ളിയിൽ വെച്ച് തേടല്ല. റദ്ദഹല്ലാഹു അലൈക്, നഷ്ടപ്പെട്ട സാധനം അല്ലാഹു മടക്കി തരട്ടെ. ഇങ്ങനെയും അർത്ഥം പറഞ്ഞവര്. അപ്പൊ നമ്മൾ പള്ളി വളരെയധികം ശ്രദ്ധിക്കണം. പള്ളിയുടെ ക്ലീനിങ്ങിനൊക്കെ ആളെ വെക്കണം. പള്ളിയുടെ ക്ലീനിങ്ങിനൊക്കെ നല്ല ശമ്പളം കൊടുത്ത് ആളെ വെക്കണം. അല്ലാതിരുന്നാൽ എന്താ വരിക? വളരെ വിലപിടിപ്പുള്ള ക്ലോസറ്റുകളെല്ലാം വളരെ മലിനമായി ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത നിലയിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ കാണാം. നല്ല ഉഷാറായി പള്ളിയിൽ കാണാൻ ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പള്ളിക്കുന്നപ്പോ ബാത്റൂം നാറുകയാണ്. ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ബാത്റൂം കേടുവന്നാൽ അതിനാറിപ്പോയാൽ നമുക്ക് പ്രയാസമല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി. നമ്മളെ വീടും അള്ളാന്റെ ഭവനം തന്നെയാണ്. പക്ഷേ വീടിന് അള്ളാന്റെ ഭവനം എന്ന് പറയൂല. അള്ളാഹു തന്നതാണ് എല്ലാം. പള്ളിക്ക് അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയാൻ കാരണമുണ്ട്. വീടിന് അള്ളാന്റെ ഭവനം എന്ന് പറയുന്നില്ല. കാരണമെന്ത്? വീട്ടിലേക്ക് കടക്കാൻ വീട്ടുകാരന്റെ സമ്മതമില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും കടക്കാൻ പാടില്ല.
നമ്മളെ വരീക്ക അന്യ ആൾക്കാരും കിടക്കാൻ പാടില്ല, ആണുങ്ങളും കിടക്കാൻ പാടില്ല, പെണ്ണുങ്ങളും കിടക്കാൻ പാടില്ല. എങ്ങനെ? സമ്മതമില്ലാതെ. സമ്മതം വേണം. ഞാൻ കിടക്കട്ടെ, അസ്സലാമു അലൈക്കും അദ്ഖുലു, അല്ലെങ്കിൽ ബെല്ലടിക്കുക. ബെല്ലടിച്ചിട്ട് സമ്മതാണെങ്കിലേ കിടക്കാൻ പാടുള്ളൂ. മറ്റേ വിഷയമൊന്നും ശരിയല്ല. അടുക്കളയിലുള്ള സ്ത്രീയുടെ പേര് വിളിച്ച് ഐഷ പാത്തുമോ എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് അന്യപുരുഷന്മാര് പോകുന്ന സമ്പ്രദായം ശരിയല്ല. അപ്പൊ ബെല്ലടിച്ചുകൊണ്ട് സമ്മതമാക്കണം. ആണുങ്ങളുണ്ടോ അവരിയ്ക്കാൻ പറഞ്ഞ സ്ഥലത്തിരിക്കണം. അടുക്കളയിലേക്കോ ഉൾഭാഗത്തേക്കോ പോകാൻ പാടില്ല. കാരണം അവിടെ അന്യപെണ്ണുങ്ങൾ ഉണ്ടാകും. അന്യപെണ്ണുങ്ങൾ ചിലപ്പോൾ തലയിൽ തട്ടമിട്ടിട്ടുണ്ടാകൂല. കാരണം വീട്ടിന്റെ ഉള്ളിലല്ലേ, കാണാൻ അന്യാളികളില്ലല്ലോ. ആ നിലയിൽ തലമറക്കാതെ ഇരിക്കുന്ന പെണ്ണുണ്ടാവാം, കുട്ടിക്ക് മുല കൊടുക്കുന്ന പെണ്ണുണ്ടാവാം. അങ്ങനെ അത്യാവശ്യമായി ഉള്ളിലേക്ക് കയറണോ, സമ്മതമില്ലാതെ കയറാൻ പാടില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് കടക്കുമ്പോഴോ സമ്മതം വേണ്ട. അതുകൊണ്ടല്ലേ പള്ളിന്റെ വടഭാഗത്തൊരു ബെല്ല് വെക്കുന്നില്ല. നേരെ മറിച്ച് ഉസ്താദിന്റെ റൂമാണോ, ആ റൂമിലേക്ക് കടക്കണമെങ്കിൽ ഉസ്താദിന്റെ സമ്മതമില്ലാതെ കടക്കാൻ പാടില്ല. പള്ളിയിലേക്ക് കടക്കാൻ ആരുടെയും സമ്മതം വേണ്ട. കാരണം അത് അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളി. ആ പള്ളിയിലേക്ക് നാം കടക്കുമ്പോ അതിന്റെ പരിസരമൊക്കെ നല്ല വൃത്തി വേണം. ബാത്റൂം ഒന്നും നാറാൻ പാടില്ല. ഞാൻ പറയാൻ കാരണം പല സ്ഥലത്തും നടക്കണ്ട നല്ല ഉഷാറായി പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യണില്ല, ഹൗലുങ്കര ക്ലീൻ ചെയ്യണില്ല, പള്ളിന്റെ ഉള്ളു തന്നെ ക്ലീൻ ചെയ്യണില്ല. അപ്പൊ എന്തൊരു മട്ടുണ്ട് നമ്മളെ പള്ളിയൊക്കെ. അൽഹംദുലില്ലാ, നല്ല കാർപ്പറ്റ്. ഏത് വേദന ഉള്ളവർക്കും ശരിക്കും നിസ്കരിക്കാം, വേദനയാവൂല. അല്ലെ നോക്കുകയാണെങ്കിൽ ഇതൊരു പുൽപ്പായി ആണെങ്കിൽ എത്ര വേദനവും. ഈ പള്ളിയിലിട്ടതൊരു പുൽപ്പായി ആണെങ്കിൽ നിസ്കരിക്കുമ്പോ കാലും മൂരൊക്കെ വേദനയാകും. അൽഹംദുലില്ലാ, ഇപ്പൊ കാർപ്പറ്റ്. വലിയ സന്തോഷം. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ നമ്മളെ പള്ളി നല്ല വൃത്തിയാക്കണം. അപ്പൊ വൃത്തിയാക്കാൻ ആളില്ലേ? വൃത്തിയാക്കണം. ഞാനൊരു സ്ഥലത്ത് ദർശെടുത്തുമ്പോ അവിടെ പള്ളി വൃത്തിയാക്കിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കമ്മിറ്റിക്കാരെ വിളിച്ചു, സെക്രട്ടറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വൃത്തിയാക്കണം. നിങ്ങൾ ആരും വൃത്തിയാക്കണില്ലെങ്കിൽ, അവിടെ വൃത്തിയാക്കാൻ ആളേൽപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വൃത്തിയാക്കണം. അങ്ങനെ രാത്രി ഇശാഇന്റെ ശേഷം വന്ന് ഹൗലും ബാത്റൂം ഒക്കെ വൃത്തിയാക്കി. ഒക്കെ നിങ്ങൾ അപ്പൊ ഇതെന്ത് വേണം? പള്ളി പരിപാലനം വളരെ പ്രധാനപ്പെട്ട വിഷയ. ആരാ പള്ളി പരിപാലിക്കാം? ഖുർആനിലെ സൂറത്ത് തൗബയിൽ കാണാം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ ഭവനമായ പള്ളികളെ പരിപാലിക്കൽ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിച്ച ആളുകൾ മാത്രമാണ് പള്ളി പരിപാലിക്കുക. അല്ലാത്തവർക്ക് പള്ളി പരിപാലിക്കാൻ കഴിയൂല. ഈമാനുണ്ടായാൽ അവർക്ക് മാത്രമേ പള്ളി പരിപാലിക്കാൻ കഴിയുകയുള്ളൂ. വെളിനിച്ചോക്ക് പള്ളിയിൽ ഒരു കരട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു തുപ്പിനീര് കണ്ട്, അല്ലെങ്കിൽ എന്ത് കണ്ട്, ഒരു എന്തെങ്കിലും ഒരു ജീവനെ കണ്ട്, എന്നാ പള്ളി ക്ലീൻ ചെയ്യാൻ ആളുണ്ടല്ലോ അയാൾ എടുത്തിടട്ടെ എന്ന് കരുതാൻ പാടില്ല. നമ്മള് കണ്ടാൽ നമ്മളെന്താക്കണം? അതിനെടുത്തിടണം. ഒരു കരട് നമ്മൾ കണ്ടാല് അത് നിർത്തിട്ടാല് വലിയ കൂലിയല്ലേ? കൻസുൽ മസാജിദി മഹ്റൂഹുരിൽ ഈനി അൽഫാഖിറാത്തി ത്വാഹിറാത്തിൽ ലീനി. പള്ളി അടിച്ചുവാരൽ ഹൂറുല്ലീങ്ങളെ മഹ്റാൻ. അല്ലാഹുവിന്റെ ഭവനമായ പള്ളി, ആ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കൽ ഹൂറുല്ലീങ്ങളെ മഹ്റാൻ. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി പറയാണ്,
ഉരിള അലയ്യ അഅ്മാലു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് കാണിക്കപ്പെട്ടു. റസൂലുള്ളാഹിക്ക് എല്ലാം കാണിക്കപ്പെട്ടു. എന്നിട്ട് റസൂലുള്ള പറയാണ് ഹസനുഹാ വസയ്യിഉഹാ, എന്റെ ഉമ്മത്തിന്റെ നല്ല പ്രവർത്തനവും ചീത്തയായ പ്രവർത്തനവും കാണിക്കപ്പെട്ടു. നമ്മളെ നല്ല പ്രവർത്തനം റസൂലുള്ള കാണുമ്പോ റസൂലുള്ള അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറയും. ചീത്ത പ്രവർത്തനം കണ്ടാലോ റസൂലുള്ള പൊറുക്കലിനെ തേടുന്നു. വല്ലാത്ത കൃപയാണ് മുഅ്മിനീങ്ങളോട്. അങ്ങനെ നമ്മളെ നല്ല പ്രവർത്തനങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും കാണിക്കപ്പെട്ടപ്പോ ഫവജത്തു ഫീ മഹാസിനി അഅമാലിഹാ, എന്റെ സമുദായത്തിന്റെ നല്ല പ്രവർത്തനങ്ങളിലായി ഞാൻ കണ്ടു അല്ലദാ യുമാതു അനി ത്വരീഖ്, വഴിയിൽ നിന്ന് നീക്കുന്ന ബുദ്ധിമുട്ടുകളെ നമ്മുടെ നല്ല പ്രവർത്തനമായി ഞാൻ കണ്ടു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഴിയിൽ എന്തെങ്കിലും കണ്ടാൽ അത് നീക്കല് ഈമാനിന്റെ ഒരു ഭാഗം. വഴി മലിനപ്പെടുത്തലോ അത് ശരിയല്ല. ആളുകൾ ഇങ്ങനെ നടക്കുന്ന വഴിയിലൂടെ എന്തെങ്കിലും കോയിന്റെ പാർട്സുകളോ അല്ലെങ്കിൽ വല്ല ചത്ത ജീവിയെയോ അവിടെ ഇട്ടുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നേരെ മറിച്ച് വഴിയിലുള്ള വിഷമങ്ങളെ നീക്കലാണ് നന്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഉണർത്തുന്നു, ഉമ്മത്തിന്റെ അഅ്മാലിലദാ റസൂലുള്ള കാണുകയാണ് അല്ലദാ യുമാതു അനി ത്വരീഖ്, വഴിയിൽ ഒരു ബുദ്ധിമുട്ടാക്കുന്ന വസ്തു കണ്ടാൽ അതിനെ നീക്കല് നല്ല പ്രവർത്തനമാണ്. അതിന് ശേഷം റസൂലുള്ള പറയാണ് വവജത്തു ഫീ മസാവിഇ അഅ്മാലിഹാ അന്നുഖാമത തകൂനു ഫിൽ മസ്ജിദി ലാ തുദ്ഫനു, ഉമ്മത്തിന്റെ ചീത്തയായ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടു. എന്താ കണ്ടത്? ഒരു കബം. ആ കബം പള്ളിയിലാണ്. പള്ളിയിൽ ഒരു കബം കണ്ടു. ഒരാള് തുപ്പിയതാണ്. അത് ലാ തുദ്ഫനു, അതിനെ നീക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കണ്ടാൽ അത് ഉമ്മത്തിന്റെ തിന്മയായി ഞാൻ കണ്ടു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പള്ളിയിൽ എന്തെങ്കിലും മ്ലേച്ഛ വസ്തുക്കൾ കണ്ടാൽ പള്ളി ക്ലീൻ ചെയ്യാൻ ആളെ വെച്ചിട്ടുണ്ടല്ലോ, അയാള് ചെയ്യട്ടെ എന്ന് കരുതാൻ പാടില്ല. അതിനെ നീക്കണം. കപമാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പള്ളി ഇതുപോലത്തെ പള്ളിയല്ല. അടിയിൽ മണൽ വിരിച്ചതായിരുന്നു. മണലാകുമ്പോ റസൂലുള്ളാഹി പറയാണ് കബത്തിനെ അവിടെ കുഴിച്ചു മൂടിയാൽ മതി. ഇന്ന് അങ്ങനെയല്ല. കബം കണ്ടാൽ അതിനെ നീക്കണം. മ്ലേച്ഛമായ വസ്തുക്കളെ കണ്ടാൽ അതിനെ നീക്കണം. ഒരു കരട് കണ്ടാൽ അതിനെടുത്തിടണം. അങ്ങനെയല്ലോ പ്രായമുള്ള ആൾക്കാരൊക്കെ ആവുമ്പോ ചിലപ്പം തുപ്പുമ്പോ ഉദ്ദേശ സ്ഥലത്ത് എത്തൂല. മാനിയും ബാപ്പാനെയും ഒന്നും വിഷമിപ്പിക്കരുത്. ചെറുപ്പക്കാരൻ മാനിയും ബാപ്പാനെയും വിഷമിപ്പിക്കരുത്. ഈ നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ ഉമ്മ തുപ്പി അല്ലെങ്കിൽ വാപ്പ തുപ്പി. ബാപ്പ ഉമ്മയും വീട്ടിൽ തുപ്പിയതല്ല, പുറത്തേക്ക് തുപ്പിയതാ. പക്ഷേ പല്ലുകളില്ല, പ്രായമായിട്ടുണ്ട്. അങ്ങനെ ആ തുപ്പലം അതാ എന്റെ തറസിന്റെ വീട്ടിലാണ് പതിച്ചത്. ഇത് മനഃപൂർവമല്ല. വാർദ്ധക്യം വരുമ്പോൾ നമുക്കും വരാം. പല്ലുകൾ പോകുമ്പോൾ, വയസ്സാകുമ്പോൾ ഉദ്ദേശിച്ച നിലയിൽ ഈ തുപ്പിനീര് പുറത്തെത്തണമെന്നില്ല. അതിന്റെ പേരിൽ ബാപ്പനെ ശകാരിക്കല്ല, ഉമ്മനെ തെറി പറയല്ല. അതുപോലെ വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കല്ല. ഈ ബാപ്പയും ഉമ്മയും നമ്മളെ വീടിന് ഒരു സന്തോഷമല്ല. കാരണം നമ്മളെ വീട് വലിയ തറസിന്റെ വീടാ.
അതൊക്കെ വെറ്റിലൊക്കെ തിന്ന് തുപ്പിയിട്ട് ഇരപ്പാക്കാം, അല്ലെങ്കിൽ കബൊക്കെ മതിരിമാക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കല്ല. നിനക്കും ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ ഒക്കെ വരാം. അതുകൊണ്ട് ബാപ്പനെയും ഉമ്മനെയും ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. ഈ കാര്യം സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ പള്ളിയിൽ വല്ല മ്ലേച്ഛമായ വസ്തുക്കളെയും കണ്ടാൽ അതിനെ നാം വളരെ പെട്ടെന്ന് നീക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പള്ളിയിലേക്ക് കയറുമ്പോ എല്ലാവർക്കും അറിയാം, വലത് കാൽ മുന്തിച്ചുകൊണ്ട് കയറണം. വലത് കാൽ മുന്തിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത്, എല്ലാവർക്കും അറിയാം. പുറത്തു പോകുമ്പോ ഇടത് കാൽ മുന്തിച്ചുകൊണ്ടാവണം. ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമമാണല്ലോ. കാരണം പള്ളിനെ ആദരിക്കാൻ പള്ളിയിലേക്ക് കടക്കുമ്പോ വലത് കാൽ മുന്തിച്ച് കടക്കണം. നോക്കൂ നിങ്ങൾ, ഫാത്തിമ ബിന്തുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഫാത്തിമ, അൻ ഫാത്തിമത്തുൽ കുബ്ര, വലിയ ഫാത്തിമ ആരാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മകൾ വല്ലിമ്മ. ആ വല്ലിമ്മയിൽ നിന്ന് റിപ്പോർട്ട് കാലത്ത് അവർ പറയാം, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ മസ്ജിദ, റസൂലുള്ള പള്ളിയിൽ പ്രവേശിച്ചാൽ സ്വല്ലാ അലാ മുഹമ്മദിൻ വസല്ലം, ഹബീബായ റസൂലുള്ളാഹ് പള്ളിയിലേക്ക് കടന്ന റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും സലാമും റസൂലുള്ളാഹ് ചൊല്ലും. സലാത്തും സലാം എപ്പോഴും ചൊല്ലണം. റസൂലുള്ള പള്ളിയിൽ കടന്നാൽ സ്വല്ലാ അലാ മുഹമ്മദിൻ വസല്ലം, സലാത്ത് ചൊല്ലിയാൽ എപ്പോഴും സലാത്ത് ചൊല്ലുന്ന നാവാണോ, ആ നാവ് നരകത്തിൽ കടക്കൂല. നാവ് കടക്കൂല എന്ന് പറഞ്ഞാൽ നാവ് ഉൾക്കൊള്ളുന്ന ശരീരം അതാ നരകത്തിൽ കടക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും സ്വലാത്ത് ചൊല്ലുക. പള്ളിയിലേക്ക് കടക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, സലാമും ചൊല്ലുക. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സ്വലാത്തും സലാമും ഉണ്ടായി. അതിന് ശേഷം എന്തു പറയണം? റബ്ബിഗ്ഫിർ ലീ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. പടച്ചോനെ, ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു തരണം, എനിക്ക് നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണം. കാരണം പള്ളി അങ്ങനെ, പള്ളി ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന വിഷയല്ലേ. ഒരുപാട് ദോഷങ്ങൾ ഞാൻ പരത്തി പറയുന്നില്ല, നിർത്താൻ. പള്ളി ദോഷങ്ങളെ പൊറുപ്പിക്കുന്ന വിഷയ. എന്താ ദോഷങ്ങളെ പൊറുപ്പിക്കുന്ന വിഷയം? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയാണ്, അൽ മുക്തു ഫിൽ മസാജിദി ബഅദ സ്വലവാത്ത്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ താമസിക്കൽ ദോഷങ്ങൾ പൊറുക്കും. സലാം വീട്ടേക്ക് എഴുന്നേറ്റ് പോകരുത്. സലാം വീട്ടേക്ക് ആയി സ്ഥലത്ത് തന്നെ ഇരിക്കുക. അങ്ങനെ നിസ്കരിച്ച സ്ഥലത്ത് എത്ര സമയം ഇരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം മലായിക്കത്ത് പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഇവനിക്ക് പുറത്തു കൊടുക്കണേ, ഇവന് റഹ്മത്ത് ചെയ്യണേ, ഇവന്റെ തൗബ സ്വീകരിക്കണേ. മലക്കുകൾ ഇങ്ങനെ പറയാണ്. എപ്പോഴാ പറയല്? ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ജീവിക്കുമ്പോ. അപ്പൊ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇങ്ങനെ താമസിക്കൽ ദോഷങ്ങൾ പൊറുപ്പിക്കും. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന്റെ സമയം വരെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനൊരു മുതലാളിനെ കാണാൻ ചെന്നത് അസറിനേശൻ, വലിയ കോടീശ്വരനാണ്. കാണാൻ ചെന്നപ്പോ മൂപ്പരെവിടെയാണ്? അസറിനേശം 5 മണിക്ക് എവിടെ? പള്ളിയിൽ ഇരിക്കുക. അയാള് പള്ളിയിൽ അയാൾക്ക് വലിയ ബിസിനസ് ഒക്കെ ഉണ്ട്, വലിയ വലിയ കച്ചവടങ്ങൾ, ബിസിനസ്സുകളുണ്ട്. പക്ഷേ ഇയാൾ എവിടെയാണ് ഇരിക്കുന്നത്? നിസ്കാരത്തിന്റെ സമയമല്ല. അസറിന്റെ ശേഷം അയാൾ പള്ളിയിൽ ഇഴ്തികാഫിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദോഷങ്ങൾ പൊറുക്കാൻ പറ്റുന്ന വിഷയമാണത്. അതുപോലെ വൽ മശീഉ അലൽ അഖ്ദാമി ഇലൽ ജമാഅ, ജമാഅത്തുകളിലേക്ക് നടന്നു വരൽ ദോഷങ്ങളെ പൊറുപ്പിക്കുന്ന വിഷയമാണ്.
അതുപോലെ വഇബ്ലാഗുൽ വദൂഇ ഫിൽ മകാരിഹി, നല്ല തണുപ്പുള്ള സമയത്ത് വുളൂ പൂർത്തിയാക്കി എടുക്കൽ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന വിഷയാണ്. നല്ല തണുപ്പാണ്. ആ സമയത്ത് വുളൂ ശരിക്ക് പൂർത്തിയാക്കി എടുക്കുക. കൈ കയറ്റി കഴുകുകയാണ്, മുട്ടിന്റെ മേലെ കഴുകുകയാണ്, കാലിഞ്ഞെരിയാണി ഉൾപ്പെടെ കഴുകാനാണ് നിർബന്ധമുള്ളത്. അത് മുട്ടുവരെ കഴുകുകയാണ്. മുഖം അതിന്റെ അതിർത്തി നമുക്കറിയാം, അതിന്റെ മീതയും കയറ്റി കഴുകുകയാണ്. തണുപ്പ് പ്രശ്നമാക്കുന്നില്ല, എന്നാൽ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. അപ്പൊ പള്ളി ദോഷങ്ങളെ പൊറുപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആ പള്ളിയിലേക്ക് കടക്കുമ്പോൾ വലത് കാൽ മുന്തിച്ച് വെച്ച് ഹബീബായ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലി റബ്ബിഗ്ഫിർലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ചോനെ എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം, റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ എനിക്ക് തുറന്നു തരണം എന്ന് ദ്വാരക്ക പള്ളിക്ക്